എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടു, എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. അതിനു മുൻപ് ഇന്നലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു നമ്മുടെ കിഴി എപ്പിസോഡിൽ. അതായത് ചെ എന്ന് പറയാത്ത ജിനേഷിന്റെ എപ്പിസോഡാണെങ്കിൽ ചെ പറഞ്ഞിട്ടില്ലെങ്കിൽ ജിനേഷ് ജയിച്ചു, അല്ലെങ്കിൽ റഫത്ത് ജയിച്ചു. ഒരു എപ്പിസോഡിലും പ്രതീക്ഷിക്കേണ്ട, അത് വന്നിരിക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ ഉള്ളില് ആയിപ്പോയ സംഭവം, അതുകൊണ്ടാ. ഓക്കെ, ടൈലാ ഹെഡാണ് പറ. എന്ത് അത് ഇതിനൊന്നും പറയില്ല. ഇത് ഓർമ്മിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ അതിന്റെ രസം പോയില്ലേ, അറിഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് പറയും. അതെ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും, ഒരു പേടിയും പേടിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് വന്നോളും. ഓക്കെ, ഫസ്റ്റ് AR റാവ്, അജയന്റെ രണ്ടാം മോഷണം, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മലയാളം മൂവീസിൽ മുൻപന്തിയിലുള്ള സിനിമയാണ്. ടൊവിനോ തോമസ് നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, വമ്പൻ റിലീസ് ആയിരിക്കും അല്ലേ? പിന്നെ ജിതിൻ ലാലിന്റെ ആദ്യത്തെ സിനിമ. അതെ, കാത്തിരിക്കാം. ബേസിലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു കേട്ടോ. വിടാമുയർച്ചി സിനിമയുടെ 2 ക്യാരക്ടർ ലുക്ക് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഗണേശ് ശരവണനും പിന്നെ ദശരഥി. ഇവര് ക്യാരക്ടർ പോസ്റ്റർ അതെങ്കിലും അതിനകത്തൊന്ന് ആഡ് ചെയ്യണ്ടേ? ഇത് ഇന്ന ഇന്ന ക്യാരക്ടർ എന്തെങ്കിലും കൊടുക്കണ്ടേ? വെറുതെ സാധനം ഫോട്ടോ മാത്രമുണ്ട്, അതില് ക്യാരക്ടർ പോസ്റ്റർ ആണ്. പക്ഷെ അതിൽ അജിത്തിനെ പ്രാധാന്യമുള്ളൂ. അജിത്തിനാണ് ഏറ്റവും വലുതായി കൊടുത്തത്. എന്താണെങ്കിലും മകൾ തിരുമേനിയാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ദീപാവലി റിലീസായിട്ട് എത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്. നോക്കാം. വിടാമുയർച്ചി അവിടെ സൈലന്റ് ആണ് അല്ലേ? സൈലന്റ് ആയിട്ടൊന്ന് ചിലപ്പോ ഒരു അടിച്ചങ്ങ് പോകും. അതെ. അടുത്ത കിഴി വെട്ടം സിനിമയുടെ റിലീസിന് സാധ്യത. സിനിമ ഉടനടി റിലീസിന് എത്തുന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. എന്തായാലും വെട്ടം സിനിമ 20 വർഷം തികച്ചിട്ടുണ്ട്. 20 വർഷമായില്ലേ വെട്ടം വന്നിട്ട്? ഇതൊക്കെ നമ്മുടെ പ്രായം കൂടിയാണല്ലോ. വെട്ടം ഒരു രക്ഷയില്ലാത്ത സിനിമയിലാണ് അറിയാ. അതൊക്കെ തിയേറ്ററിൽ ഇനി വന്നാലും അത് ആ ഒരു വൈബ്, അതാണ് അങ്ങനത്തെ സിനിമ. അടുത്ത് പടക്കുതിര സിനിമയുടെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ. ഓക്കെ, ഇങ്ങനൊരു പേര് ശരിക്കും ഒരു പഴയ സിനിമയുണ്ട് പടക്കുതിര. ഇതിന് മുന്നിലോ പുറകിലോ എന്തെങ്കിലും ഉണ്ടോ പടക്കുതിര എന്നുള്ളതിന്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവായിരിക്കും കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ല. എന്താണെങ്കിൽ നോക്കിക്കോട്ടോ, ചിലപ്പോ ഉണ്ടാവും. ടൈറ്റിൽ ലുക്ക് പോസ്റ്ററാണ് വന്നേക്കുന്നത്. സലോൺ സൈമനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അജു വർഗീസ്, സുരാജ് വെഞ്ഞാറമൂട്, സിദ്ദീഖ്, ഇന്ദ്രൻസ്, എല്ലാവരും ഉണ്ട്. പ്രധാന വേഷത്തിലെത്തുന്ന സിനിമകളാണ്. ഓക്കെ, അടുത്ത കിഴി പൊന്മാൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അനൗൺസ്മെന്റ് ആണ്. ബേസിൽ ജോസഫ്, ജനപ്രിയ എന്ന് പറയാല്ലേ, ജനപ്രിയ നായകൻ ബേസിൽ ജോസഫ് നായകനാവുന്ന സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് ജ്യോതിഷ് ശങ്കർ. പൊന്മാൻ, ആ പേരിൽ തന്നെ ഉണ്ട് ഒരു ചിരി. രസമുള്ളതാ ഉണ്ടെന്ന് തോന്നുന്നു, രസമുണ്ടായേക്കാം. അതെ. അടുത്തത് വേട്ടയ്യൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഉടൻ വരും എന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. മനസ്സിലായോ അതാണ് എന്നാണ് കേൾക്കുന്നത്. ടൈറ്റിൽ അതാണ്. വരട്ടെ. അടുത്ത ഹിറ്റ് ആവോ പറയാൻ പറ്റൂല അല്ലേ? പിന്നെ ഓക്കെ, അടുത്ത കിഴി JSK സിനിമയുടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് നവംബർ 1. ഓക്കെ, നമ്മുടെ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ഇവർ രണ്ടുപേരുമാണ് പ്രധാന കഥാപാത്രങ്ങളാവുന്നത്. ഒരു കോർട്ട് റൂം ത്രില്ലർ, പ്രതീക്ഷയുള്ള സിനിമ കേട്ടോ. വരട്ടെ. ശരിക്കും അത് എപ്പോഴോ കഴിഞ്ഞതല്ലേ ഈ സാധനം? എന്ന് ചെയ്തു വെച്ചാ റിലീസ് ഡേറ്റ് നീങ്ങി പോകുന്നതാവും. എന്തെങ്കിലും വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കും. L360 സിനിമയുടെ അപ്ഡേറ്റ്സ് ഉടൻ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. 25 ദിവസത്തെ ഷൂട്ടും കൂടി ഇനി ബാലൻസ് ഉണ്ടെന്ന് കേട്ടോ. അതെ, നമ്മൾ അന്ന് 13 പറഞ്ഞായിരുന്നു. 25 ദിവസത്തിന് ഇനിയുണ്ട്. അതെ, എന്തായാലും ക്രിസ്മസ് ഒക്കെ ആയിട്ട് നോക്കാം, അറിയില്ല. എന്തായാലും ഒരു ബിഗ് അപ്ഡേറ്റ് ഉടനടി വരും എന്നുള്ളത് തന്നെയാണ് തരുൺ മൂർത്തി സൂചന നൽകുന്നത്. ആളുടെ സ്റ്റോറി. ഓക്കെ, അടുത്ത കിഴി
D150. ദിലീപിൻ്റെ 150ാമത്തെ ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇനി 8-10 ദിവസം കൂടി ബാക്കിയുണ്ടെന്നുള്ളതാണ്. ഇതിൽ ഒരു സോങ്ങും കൂടി ബാക്കി ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. കൂടി കഴിഞ്ഞാൽ അടിപൊളിയാവും. ധ്യാൻ ശ്രീനിവാസനൊക്കെ അല്ലേ ഇതിൽ? അതും ക്രിസ്മസിനല്ലേ? അതും ക്രിസ്മസാണ് പ്ലാൻ ചെയ്യുന്നത്. ബിൻഡോ ജോസഫ് അല്ല, സോറി, ബിൻഡോ, എല്ലാവരുടെയും പേര് മറന്നു പോകുന്നു. ബിൻഡോ സ്റ്റീഫൻ. നമ്മുടെ ആരുടെ അസിസ്റ്റന്റ് ആയിരുന്നു? അതെനിക്കറിഞ്ഞു. ഡിജോ ജോസിന്റെ. അതാണല്ലേ. സാരിഷ് മുഹമ്മദ് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. സ്റ്റീഫനാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. അതിൽ ധ്യാനുണ്ടോ? ഇല്ലല്ലോ. ധ്യാനുണ്ട്. ബബ്ബയിലല്ലേ ഉള്ളൂ. അതിൽ ധ്യാനും വിനീത് ശ്രീനിവാസനും. ഇതിൽ ധ്യാനും ദിലീപും. അടുത്തത് ബാഡ് ബോയ്സ്. അടിപൊളി. ഓമർ ലോലോ. ബാഡ് ബോയ്സിന്റെ ഒരു 2-3 പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടെ കാണിക്കാം. ഒരു ഏട്ടനും അനിയന്മാരും അങ്ങനെയാണോ? ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരു ഫാമിലി ആണോ അതോ കൂട്ടുകാരാണോ, എങ്ങനെ ഏത് രീതിയിലാണെന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും വമ്പൻ താരം നിര കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവരെല്ലാരും ഇതിനകത്ത് എങ്ങനെ ചേട്ടനനിയന്മാര് എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക? അത് ശരിയാണ്. എല്ലാരും ഏകദേശം ഇപ്പൊ റഹ്മാനാണ് കുറച്ച് കൂടുതൽ ഉണ്ടാവും തോന്നുന്നു ഏജ്. അതാണെങ്കിൽ പോലും ഇവരുടെയൊക്കെ ഒപ്പം നിൽക്കുമ്പോ അയാളും അതേപോലെ തന്നെയല്ലേ തോന്നുന്നു. ചില ഒരാളൊക്കെ അനിയനും അല്ലെങ്കിൽ 2 അനിയന്മാരൊക്കെ ഉണ്ടാവാം, ബാക്കിയുള്ള സുഹൃത്തുക്കളും അങ്ങനെയുള്ളൊരു ടീമായിരിക്കും. അങ്ങനെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള എന്തെങ്കിലും ടീമായിരിക്കാം മേ ബി. നോക്കാം. ഷീലു എബ്രഹാം ഇതിലാരാ? ഭാര്യയാണോ ഭാര്യയാണോ അല്ലേ? ഓക്കെ, എന്തായാലും ആളാണ് പ്രൊഡക്ഷൻ. അടുത്ത കിഴി ബസൂഖ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ BGM ചെയ്തത് മിഥുൻ മുകുന്ദൻ അല്ല എന്നുള്ളത് മിഥുൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മിഥുൻ അല്ല അത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സെയ്ദ് അബ്ബാസ് ആണ്. അതായത് നമ്മുടെ സുഷിൻ ശ്യാമിൻ്റെ അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. വെറുതെ അല്ല, സുഷിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു. അതായത് ക്രിസ്റ്റോ ആളുടെ ശിഷ്യനായിരുന്നു. ക്രിസ്റ്റോനെ ഒരു ടീസറിലൂടെയാണ് നമ്മുടെ മുന്നിലേക്ക് തന്നത്, അതായത് ഭീഷ്മർവം. ഇപ്പോൾ ആളെ നമുക്ക് വീണ്ടും തന്നിരിക്കുന്നത് മറ്റൊരു മമ്മൂക്ക സിനിമയുടെ ടീസറിലൂടെ. അടുത്തത് ഭരതനാട്യം. സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് 30. ഓക്കെ, 23 മാറ്റിയതല്ലേ? അതെ, പ്ലാൻ ചെയ്തിരുന്നത് ഓഗസ്റ്റ് 23 എത്ര സിനിമകളാ? കുറേ സിനിമകളുണ്ട് കേട്ടോ മലയാളത്തിൽ നിന്ന്. അതെ, കുറേ എന്ന് പറഞ്ഞാൽ കുറേ. അതിൻ്റെ ഇടയ്ക്ക് ഒരു തമിഴ് സിനിമയുണ്ട്, എന്താ കൂട്ടുക്കളിയോ? ഏതാ? സൂര്യയും മറ്റേ അന്നാബനും ഒരുമിച്ചുള്ള അങ്ങനെന്താണ് പേര് ഓർമ്മ കിട്ടുന്നില്ല. ആ കോഴിയുടെ അത് വെച്ചിട്ടുള്ള പേര് ഓർമ്മല്ലോ. ഓക്കെ, അടുത്ത കിഴി. ഓ മൈ ഗോഡ്. അമൽ നീരദ്, മോഹൻലാൽ, പൃഥ്വിരാജ് സുകുമാരൻ, ഫഹദ് ഫാസിൽ. നടക്കൂ, സംതിങ് ബിഗ്, എന്തോ വലുത് വരാനുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അല്ല, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1.5 ഐറ്റം ആയിരിക്കും, അതൊരു സംബോധനയായിരിക്കും. അതായത് മലയാളത്തിലുള്ള എല്ലാ റെക്കോർഡും സിമ്പിളായിട്ട് പുഷ്പം പോലെ നോക്കും. ബ്രേക്കിംഗ് സിനിമ തന്നെയായിരിക്കും, റെക്കോർഡ് ബ്രേക്കിംഗ് സിനിമയായിരിക്കും തീർച്ചയായിട്ടും. അത് ഇത് കൺഫേം ഒന്നും അല്ല കേട്ടോ, നമ്മൾ ഭയങ്കര റൂമറുകൾ വരുന്നുണ്ട്. അതായത് ഇന്നലെയൊക്കെ എനിക്ക് തോന്നുന്നു മൊത്തം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്താ ഈ സിനിമ. ഒരു 2-3 പേര് വൈകിട്ട് രാത്രിയാണ് മെസ്സേജ് അയക്കുന്നു, ബ്രോ ഇത് സത്യമാണോ? നമുക്കിതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അത് ശക്തമായ റൂമേഴ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്താവും അറിഞ്ഞൂടാ. അടുത്തത് വരട്ടെ. പിന്നെ അല്ല, അർമാദിക്കാം. ലാലേട്ടൻ്റെ ഒരു സ്റ്റൈലിഷ് ലുക്ക് കണ്ടിട്ട് എത്ര കാലായി. പിന്നെ ജിത്തു ജോസഫ്, ഫഫ. ഓക്കെ, ജിത്തു ജോസഫും ഫഫയും ഒരുമിക്കുന്ന ഒരു സിനിമയും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ളതൊക്കെ വരുന്നേ ഉള്ളൂ. ഒരു ട്രൂ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് പറയുന്നത്. അതും ഒരു കോർട്ട് പരിപാടികളൊക്കെയാണ്, പക്ഷെ പക്കാ കോർട്ട് റൂം ഡ്രാമ അല്ല എന്നുള്ളതാണ്. അതെ, നമ്മുടെ ശാന്തി മായാദേവി തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്, നേരിന്റെ സ്ക്രിപ്റ്റ്. യെസ്, ആളാണ് എഴുതുന്നത്. എന്തായാലും ഫഫയും ജിത്തു ജോസഫും കൂടി ഒരുമിക്കട്ടെ, വരട്ടെ. അതെ, ഇതിന്റെ റൂമേഴ്സ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതെ, എന്തായാലും കൊള്ളാം, നോക്കാം നമുക്ക്. യെസ്, അപ്പം എന്തായാലും
അതൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്തായാലും കീഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. കീഴി എപ്പിസോഡ് ഒരു ചെയ്യും ഇല്ലാതെ തീർന്നിരിക്കുകയാണ്. എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? പിടിച്ചു വെച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ജയ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയില്ല. അത് ഫസ്റ്റത്തെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഓർത്തിട്ടില്ല, പിന്നെ വന്നില്ല. ഇനി ഞാൻ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. അതാണ്. എന്നാ പോട്ടെ. അപ്പൊ ശരി, ബൈ.